ഹലോ ഹായ് എവരി വൺ, എല്ലാവർക്കും AZB അക്കാഡമിയുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് സുഖം വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ കുറച്ച് നാളായിട്ട് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ വില്ലേജ് ബിൽ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളത് അല്ലേ. അപ്പം എല്ലാവരും മനസ്സിൽ വിചാരിക്കും അല്ലെ, ഈ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെന്ന് പറയുന്നല്ലാതെ ഇതിനെക്കുറിച്ച് വിവരങ്ങളൊന്നും ഇല്ലല്ലോ അല്ലെ. അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ എല്ലാ സുഹൃത്തുക്കൾക്കും ഉണ്ടാവും, ശരിയാണ്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ PSCയുടെ ഭാഗത്തു നിന്ന് പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിലേക്കുള്ള പുതിയ നോട്ടിഫിക്കേഷൻ എന്താണ് വരാൻ പോകുന്നു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ VFA ഉണ്ടല്ലോ, നമ്മുടെ VFAക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി കുറെ തസ്തികളിലേക്കുള്ള നോട്ടിഫിക്കേഷനുകൾ എന്താണ് വരാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയേ, നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്ന നോട്ടിഫിക്കേഷൻ ആണ് നിങ്ങളുടെ മുന്നിൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് വ്യക്തമായിട്ട് നൽകിയിട്ടുണ്ട് അല്ലെ, നമ്മൾ കള്ളമൊന്നും പറയുന്നതല്ല, വ്യക്തമായിട്ട് നൽകിയിട്ടുണ്ട്. എന്താണ് 2025 ഡിസംബർ 1 ചേർന്നിട്ടുണ്ടായിരുന്ന കമ്മീഷൻ യോഗ തീരുമാനത്തില് അല്ലെ, ഈ പറയുന്ന വില്ലേജ് ബിൽ അസിസ്റ്റന്റ്, പോലീസ് പോലീസ് കോൺസ്റ്റബിൾ പുരുഷൻ, അതേപോലെ തന്നെ വനിതാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി, സിവിൽ എക്സൈസ് ഓഫീസർ ഉൾപ്പെടെ താഴെ പറയുന്ന 66 തസ്തികകളിലേക്കുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, അപ്പം ഒന്നെങ്കിൽ ഈ മാസം പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ അടുത്ത ജനുവരി മാസത്തേക്ക് എന്ത് ചെയ്യും, പുതിയ നോട്ടിഫിക്കേഷൻസ് വരാൻ പോവുകയാണ്. അതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ കാത്തിരുന്ന എന്താണ്, നമ്മുടെ വില്ലേജ് ബിൽ അസിസ്റ്റന്റ് ആണ് അല്ലെ. നമ്മുടെ വില്ലേജ് ബിൽ അസിസ്റ്റന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാത്തിരുന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വില്ലേജ് ബിൽ അസിസ്റ്റന്റ് ആണ് എന്ത് ചെയ്യുന്നത്, നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഇത്രയും നാളായിട്ട് നിങ്ങൾക്ക് അറിയാം, വില്ലേജ് ബിൽ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ നാട്ടിൽ തന്നെ ജോലി മേടിക്കണമെന്ന് ആഗ്രഹമുള്ള സുഹൃത്തുക്കളെല്ലാം തന്നെ അപ്ലൈ ചെയ്യാനും പഠിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോസ്റ്റാണ് VFA എന്ന് പറയുന്നത്. ആണല്ലോ അല്ലെ. നോക്കി, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി വരാൻ പോകുന്ന തസ്തികകൾ ഏതെല്ലാമാണെന്നുള്ള നൽകിയിട്ടുണ്ടല്ലോ. കേരള പോലീസ് വകുപ്പിൽ വുമൺ പോലീസ് കോൺസ്റ്റബിളും, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, ആരോഗ്യ വകുപ്പില് സ്റ്റേറ്റ് ഹെൽത്ത് ട്രാൻസ്പോർട്ട് ഓഫീസർ, തുറമുഖ വകുപ്പില് ഹൈഡ്രോഗ്രാഫി സർവേ വിങ് അസിസ്റ്റന്റ് എഞ്ചിനീയർ, അതേപോലെ വ്യവസായ പരിശീലന വകുപ്പിലെ ജൂനിയർ ഇൻസ്ട്രക്ടർ, അതേപോലെ കേരള വാട്ടർ അതോറിറ്റി ഡ്രാഫ്റ്റ്സ്മാൻ, ആരോഗ്യ വകുപ്പിലെ റേഡിയോഗ്രാഫർ, ജലസേചന വകുപ്പിലെ ഓവർസിയർ, സാമൂഹ്യനീതി വകുപ്പിലെ ഇൻസ്ട്രക്ടർ, കേരള വാട്ടർ അതോറിറ്റി ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്ന ഒരുപാട് തസ്തികയിലേക്കൂടെയാണ് എന്ത് ചെയ്യുന്നത്, നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പൊ നമ്മുടെ ഈ കൂട്ടത്തിലെ കൊമ്പൻ എന്ന് പറയുന്നത് നമ്മുടെ VFA ആണല്ലോ, വില്ലേജ് ബിൽ അസിസ്റ്റന്റ് ആണ്. നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ട്, മുൻ വർഷങ്ങളിൽ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് 2021 അല്ലെ. 2021 ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതായത് 368/2021 പറയുന്ന കാറ്റഗറി നമ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വില്ലേജ് ബിൽ അസിസ്റ്റന്റിന്റെ ആണല്ലോ. പ്രത്യേകത എന്താണ്, വില്ലേജ് ബിൽ അസിസ്റ്റന്റ് പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10ാം ക്ലാസ് യോഗ്യതയുള്ള ആർക്കും അല്ലെ, 10ാം ക്ലാസ് യോഗ്യതയുള്ള ആള് 18 മുതൽ 36 വയസ്സ് വരെയാണ് പ്രധാനമായിട്ടും ജനറൽ കാറ്റഗറി പറയുന്നത്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം മതി. ഈ പറയുന്ന OBC SC ST കാറ്റഗറി പെടുന്നവർക്ക് ഈ പറയുന്ന ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ 17,000 മുതൽ 36,000 കൂടുതൽ ഈ പറയുന്ന ശമ്പളം അതിനകത്ത് ഉണ്ടായിരുന്നു ആദ്യ നോട്ടിഫിക്കേഷനിൽ. പക്ഷേ നിങ്ങൾക്കറിയാം, 2021 ഇപ്പൊ ശമ്പള പരിഷ്കരണമൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നല്ലൊരു സാലറി തന്നെ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ നാട്ടിൽ തന്നെ ജോലി കിട്ടുമെന്നുള്ളതാണ് അല്ലെ. സ്റ്റേറ്റ് വൈഡ് അല്ല, ഡിസ്ട്രിക്ട് വൈസ് എക്സാമിനേഷൻ ആണ് അല്ലെ, ഡിസ്ട്രിക്ട് വൈസ് എക്സാമിനേഷൻ ആയിരുന്നു. ഓക്കെ, ഈ 2021 വന്നിട്ടുള്ള ഈ നോട്ടിഫിക്കേഷന്റെ പ്രധാനമായിട്ട് 2 എക്സാമിനേഷൻ ആണ് തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്തായിരുന്നു, പ്രിലിംസും മെയിൻസും ഒക്കെ നടത്തിയാണ് എന്ത് ചെയ്യുന്നത്, എക്സാമിനേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെ. അതായത് പ്രിലിംസ് 2021 വന്നു. ഓക്കെ, ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്നു. 2022 ഈ പറയുന്ന മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ട് പ്രിലിംസ് നടന്നു അല്ലെ, പ്രിലിംസ് നടന്നു. അതിനുശേഷം ഈ 2023 മാസം ആയപ്പോത്തിന്, മെയ് മാസമൊക്കെ ആയപ്പോത്തിന് എന്നെ മെയിൻസും എന്ത് ചെയ്തു, നടന്നു. അതേപോലെ 2023-24 മാസങ്ങളിലായിട്ട്, അതായത് 23 ആയിരുന്ന സമയത്ത് പത്തനംതിട്ട ജില്ലയിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. 24 ആയപ്പോഴത്തെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 2023-24 സമയത്തൊക്കെ ആയിരുന്നു എന്ത് ചെയ്യുന്നത്, റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ നോക്കിയേ, ഇതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത് 23 നമുക്ക് കണക്കാക്കാം. കുറെ സ്ഥലങ്ങളിലൊക്കെ 23 വന്നു. അപ്പൊ 23 വന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എവിടം വരെ ഉണ്ട്, 26 വരെ ഉണ്ട്. അതായത് 2026 നവംബർ വരെ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ കാലാവധി നീണ്ടു നിൽക്കുന്നുണ്ട് ആണല്ലോ. 2026 നവംബർ വരെ കാലാവധി നീണ്ടു നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ റാങ്ക് ലിസ്റ്റ് അവസാനിക്കും മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്യണം, അടുത്ത നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം വിളിക്കണം ആണല്ലോ. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഒരു രീതി അല്ലെ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ പറയുന്ന നോട്ടിഫിക്കേഷന് വരേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത്, പുതിയ പ്രസിദ്ധീകരണത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് വില്ലേജ് ബിൽ അസിസ്റ്റന്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ എന്താണ്, PSC ഈ വരുന്ന മാസങ്ങളിൽ പുറത്തുവിടും എന്നുള്ളത്.
ആണല്ലോ. അപ്പൊ ജനുവരി മാസം തന്നെ എന്ത് ചെയ്യാം, നമുക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഈ പറയുന്ന വില്ലേജ് ബിൽഡ് അസിസ്റ്റന്റ്, ബെപ്കോ LDC, കമ്പനി ബിൽഡേഴ്സ് ആണ് പ്രധാനമായിട്ട് ഒരുപാട് നിയമനങ്ങളൊക്കെ നടത്തുന്നത്. അത് കൂട്ടത്തിലെ കൊമ്പൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന കമ്പനി ബോർഡ് LGS ആണ്. ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ഒരു തസ്തികയും കൂടിയാണ് കമ്പനി ബോർഡ് LGS. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും VFAയുടെ ബന്ധപ്പെട്ട അടുത്തൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലായിരുന്നു എന്നുള്ളത്. അത് ഈ പറയുന്ന സ്പെഷ്യൽ കാറ്റഗറിയിലേക്കായിരുന്നു അല്ലെ, SSC ഒരു കാറ്റഗറിക്കായിരുന്നു ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ നോട്ടിഫിക്കേഷനകത്ത് നിന്നുള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു പോസ്റ്റിലേക്ക് മറ്റോ ആയിരുന്നു എന്ത് ചെയ്യുന്നത്, ഇടയ്ക്ക് വെച്ചൊരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു വില്ലേജ് ബിൽഡ് അസിസ്റ്റന്റിന്റെ. ഓക്കെ, പക്ഷെ അതിനകത്ത് സിലബസ് ഒക്കെ ഏകദേശം സെയിം തന്നെയാണ്. പക്ഷെ അതിനകത്ത് പ്രിലിംസും മെയിൻസും നടത്തിയില്ല, ഒറ്റ എക്സാമിനേഷൻ നടത്തിയാണ് എന്ത് ചെയ്യുന്നത് വിളിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ. അപ്പം നമുക്ക് ഇവരുടെ എക്സാമിനേഷൻ കോമൺ ആയിട്ട് എക്സാമിനേഷൻ നടത്താനാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവസരങ്ങൾ വരികയാണ്. അപ്പൊ അവസരങ്ങൾ എന്ത് ചെയ്യരുത്, തട്ടിക്കളയരുത് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ജോലി മേടിച്ച് അല്ലെ രാവിലെ പോവുക, അതേപോലെ തന്നെ നമുക്ക് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും എന്ത് ചെയ്യാം, ജോലി കഴിഞ്ഞ് വീട്ടിലെത്താൻ വേണ്ടി സാധിക്കും അല്ലെ. നിങ്ങൾക്കറിയാം ഇപ്പൊ അടുത്തൊരു ചെറിയൊരു അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന സർക്കാർ ഓഫീസുകൾ ഇനി മുതൽ 7 ദിവസമുള്ള, ഒരാഴ്ചയിൽ 7 ദിവസം 5 ദിവസം എന്ത് ചെയ്യാതെ വർക്ക് ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പൊ ശനി ഞായറൊക്കെ എന്ത് ചെയ്യാം, വീട്ടിൽ ഇരിക്കാൻ വേണ്ടി ചെയ്യാം അല്ലെ. അപ്പോൾ വലിയ യാത്രകളൊക്കെ എന്ത് ചെയ്യാം, ഒഴിവാക്കിയാൽ കൂടെ എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പം അത്യാവശ്യം നല്ല സുഖമുള്ള ജോലി തന്നെയാണ് വില്ലേജ് ബിൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം, ഇച്ചിരി കഷ്ടപ്പെട്ടാൽ മതി എന്നേ. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും കുറച്ച് നാളത്തേക്ക് നിങ്ങൾ ഇച്ചിരി എഫോർട്ടൊക്കെ ഇട്ടെന്ന് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന പരീക്ഷകൾ ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. All you have to do is എഫോർട്ട് ഇടുക, നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, വെറുതെ പഠിച്ചാൽ മതിയോ? ഇല്ല, നല്ലൊരു പ്ലാനോട് കൂടി തന്നെ പഠിക്കണം. നല്ലൊരു സ്റ്റഡി പ്ലാൻ നിർമ്മിക്കണം. ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ പരിശോധിച്ച് മോക്ക് ടെസ്റ്റുകൾ ചെയ്തുകൊണ്ട് തന്നെ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് ഇടം നേടണമെന്നുള്ളതാണ്. ആണല്ലോ, നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിലുള്ള റാങ്ക് ലിസ്റ്റിനകത്ത് ഏകദേശം അതായത് ഈ പറയുന്ന 100 ആണ് എന്ത് ചെയ്യുന്നത്, 100 ഈ പറയുന്ന റാങ്ക് ലിസ്റ്റ് 100 നിങ്ങളുടെ പേര് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും. ആണല്ലോ, അപ്പൊ നിങ്ങളുടെ ഏകദേശം ഒരു 70-80 കട്ട് ഓഫ് എങ്കിലും എന്ത് ചെയ്യാൻ മതിയും നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ ജോലി നിങ്ങൾക്ക് ഉറപ്പിക്കാം. ഓക്കെ, അപ്പൊ 70-80 കട്ട് ഓഫ് മേടിക്കണമെങ്കിൽ നല്ല രീതിയിൽ പഠിക്കണം. ഓക്കെ, നല്ല രീതിയിൽ എഫോർട്ട് ഇടണം, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് മാത്രം പോയാൽ സ്മാർട്ട് വർക്ക് ചെയ്യണം. സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും മോക്ക് ടെസ്റ്റുകളും പരീക്ഷകളിലെ ചോദ്യങ്ങൾ എങ്ങനെയെല്ലാം വരാന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കണം. ആണല്ലോ, അപ്പൊ നല്ല പ്രിപ്പറേഷൻ ആവശ്യമാണല്ലോ. ഉറപ്പാണല്ലോ. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന വില്ലേജ് ബിൽഡ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, ബെപ്കോ LDC ആയിക്കോട്ടെ, കമ്പനി ബോർഡ് LGS ആയിക്കോട്ടെ, ഇതിനകത്തെല്ലാം പഠിക്കുന്നവരാണെങ്കിൽ നമ്മുടെ AZB അക്കാഡമി നിങ്ങൾക്ക് വേണ്ടിയിട്ട് 3-in-1 ബാച്ച് എന്ന് പറഞ്ഞ പുതിയൊരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ബാച്ചിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാവോ? ഈ വില്ലേജ് ബിൽഡ് അസിസ്റ്റന്റിനോ ബെപ്കോ LDCക്കോ കമ്പനി ബോർഡ് LGSന് വേണ്ടി എന്ത് ചെയ്യണ്ട, ഓരോന്നിനും കോഴ്സ് എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന 3 കൂടെ ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിൽ സയന്റിഫിക് ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ വെച്ചുകൊണ്ട് തന്നെ എന്തിനു വേണ്ടി പഠിച്ച് മുന്നേറാൻ വേണ്ടി സാധിക്കും. ഓക്കെ, PSCRT ചാപ്റ്റേഴ്സ് പഠിക്കാം, അതേപോലെ തന്നെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓരോ സിലബസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എക്സാമിനേഷൻ നമ്മൾ നടത്തി സെറ്റ് ആക്കിക്കൊണ്ട് പോകും. പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷൻസ് ഉണ്ടാവും, ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് ഉണ്ടാവും, ഫുൾ സിലബസ് കവറേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്ത് പറ്റും, ഈ പറയുന്ന എല്ലാം തന്നെ കവർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പൊ ഈ ലിസ്റ്റില് നിങ്ങളുടെയും പേര് വരണം താല്പര്യമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങാം, നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങളുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങളുടെ പ്രിപ്പറേഷൻ നമ്മുടെ കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ AZB അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ ആപ്ഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതല്ല ആപ്പുമായിട്ട് ബന്ധപ്പെട്ടോ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടോ എന്ത് സംശയം ഉണ്ടായാലും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടോ പുള്ളി പറയുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നമ്മുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടോ എന്ത് സംശയം ഉണ്ടായാലും താഴെ കാണുന്ന ഒരു ഗൂഗിൾ ഫോമിലെ ലിങ്ക് ഉണ്ട്. ആ ഗൂഗിൾ ഫോം ലിങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ മറ്റും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യമാണ്, ഒരവസരം വരുമ്പോഴും നമ്മൾ എപ്പോഴും എന്തായാലും തട്ടിക്കളയരുത് എന്നുള്ളതാണ്. ഓക്കെ, ഒരുപാട് പേര് ചെയ്യുന്ന ഒരു അബദ്ധമാണ് ഈ പറയുന്ന അവസരങ്ങൾ വരുമ്പോൾ എന്താണ് നമ്മൾ തട്ടിക്കളയുക എന്നുള്ളത്. അങ്ങനെ ചെയ്യരുത്. ഓക്കെ, നമുക്ക് എപ്പോഴും അവസരങ്ങൾ വീണ് കിട്ടിയെന്ന് വരില്ല. വീണ് കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും പാഴാക്കുകയും ചെയ്യരുത്. അപ്പൊ എന്താണ്, ഇതിന് മുറുകെ പിടിച്ചോ, നല്ല രീതിയിൽ പഠിച്ചോ, നിങ്ങൾ എന്ത് ചെയ്യും, റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ വരും എന്നുള്ള നിശ്ചയദാർഢ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യും, ഈ പറയുന്ന ഇനി വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ പേരും കാണും. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, കുറിച്ചിടുക. ഓക്കെ, ഇന്ന് കുറിച്ചിടുക. ഓക്കെ, സെറ്റാണല്ലോ. അപ്പൊ നിങ്ങൾ നല്ല ദിവസം കൂടെ ആശംസിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്വപ്നത്തോട് കൂടി തന്നെ ഇനിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും സ്വപ്നം കാണുക അല്ലെ, ഈ സ്വപ്നം കാണാൻ മാത്രമേ നമുക്ക് എന്തൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പം പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് എന്താണ്, അശ്രാന്തം പരിശ്രമിക്കുക, എന്താണ് വിജയം ഉറപ്പിക്കുക. ഓക്കെ, അപ്പൊ താങ്ക് യു, ബൈ.